മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലേശ്വരം വീട്ടിലോട്ട് കണ്ണനും മഹാലക്ഷ്മിയും കൂടെ വരുന്നുണ്ട്. അതേസമയം ദുർഗയും കരുണയും മഹാലക്ഷ്മിയെ കാണുന്നതോടുകൂടി തന്നെ വളരെ ഞെട്ടിപ്പോകുന്നുണ്ട്. മഹാലക്ഷ്മിക്കാണ് അപകടം സംഭവിച്ചതെന്ന് അറിഞ്ഞ് ഇവർ സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മഹാലക്ഷ്മിയെ കാണുമ്പോൾ ഇവരാകെ വല്ലാതെയായി പോകുന്നുണ്ട്. കണ്ണൻ ദുർഗയോട് ചോദിക്കുന്നുണ്ട്, എന്താണമ്മേ ഞങ്ങളെ ആദ്യമായിട്ട് കാണുന്നത് പോലെ നിങ്ങൾ രണ്ടുപേരും നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയല്ലേ പറഞ്ഞ ഒരു സിനിമ പിടിക്കണമെന്ന്, ആ സിനിമയ്ക്ക് എത്ര ക്ലൈമാക്സ് ഉണ്ടാവും അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. സിനിമയായാലും കഥയായാലും നാടകമായാലും ഒരാളെ ഒരു പ്രാവശ്യമേ കൊല്ലാൻ പറ്റുള്ളൂ, ഒന്നിലധികം പ്രാവശ്യം ഒരാളെ കൊല്ലാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കണ്ണൻ. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, നീ എന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല കണ്ണ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കൊരിക്കലും മനസ്സിലാവില്ല, ഞാൻ പറയുന്നത് ഈ ലോകത്തുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായാലും നിങ്ങൾക്ക് മാത്രം ഇതൊന്നും മനസ്സിലാവില്ല, നിങ്ങളെ സ്നേഹിക്കുന്നവർക്കും എന്ന് കണ്ണൻ പറയുന്നുണ്ട്. ചിതയിൽ വെച്ച നായിക ജീവിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കടുത്തു പോകുമെന്നും തനിക്ക് എന്ത് തോന്നുന്നു മഹി എന്ന് ചോദിക്കുന്നുണ്ട് കണ്ണൻ. അപ്പോഴേക്കും മഹി പറയുന്നുണ്ട്, അതുപോലെ തന്നെയാണ് തട്ട് പൊളിച്ചു വെച്ചിട്ടും അതിലൂടെ നടന്നു പോകുന്ന നായികയൊന്നും സംഭവിക്കാതിരിക്കുന്നത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല എന്ന് മഹി പറയുന്നത് കേൾക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ആ നായികയല്ലേ അത് ഇഷ്ടപ്പെട്ടോളൂ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും കരുണയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിലേ ഇപ്പോൾ ഒരു നല്ല ഡോക്ടറെ കാണണം നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുന്നുണ്ട് കരുണ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്, നിങ്ങൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നല്ല ഡോക്ടറെ കാണണം നിങ്ങൾ രണ്ടുപേരും എന്ന് കണ്ണനും തിരിച്ച് പറയുന്നുണ്ട്. അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട്, തട്ടിൽ നിന്ന് വീണത് ആരാണെന്ന് അറിയണ്ടേ അമ്മയ്ക്ക്, അമ്മയുടെ ആങ്ങള തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് മഹാലക്ഷ്മിയും കണ്ണനും അകത്തോട്ട് പോകുന്നു. അത് കേൾക്കുമ്പോൾ ദുർഗ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അയ്യോ മോളെ, വാമേട്ടൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, എന്തിനാ, ബുദ്ധിയില്ലാത്തവർ ഒരുപാട് കാലം ജീവിക്കേണ്ട കാര്യമില്ല, മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട് കരുണ. പിന്നീട് ഹോസ്പിറ്റലിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് മേഘൻ. അങ്ങനെ മേഘൻ്റെ അടുത്തോട്ട് പ്രതാപം വരുന്നുണ്ട്, മോള് വിളിച്ചിരുന്നു, എൻ്റെ അമ്മയും വിളിച്ചിരുന്നു, ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത്, വാമേട്ടനെ വീണതെന്ന് എനിക്ക് പറയാൻ പറ്റില്ലെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനും സ്വിച്ച് ഓഫാക്കി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നതാണ്. അവളുടെ ശവം ആംബുലൻസിൽ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ എല്ലാവരും. അപ്പോഴേക്കും അവൾക്കൊരു പോറൽ പോലും ഇല്ലാതെ രക്ഷപ്പെട്ടെന്ന് അറിയുമ്പോഴേക്കും എല്ലാവർക്കും ആകെ വിഷമമാവും. ഇത് തന്നെയല്ലേ എപ്പോഴും സംഭവിക്കുന്നത്, അതുകൊണ്ട് ഞാനെങ്ങനെ പറയാനാന്ന് പറയുന്നുണ്ട് പ്രതാപൻ. എടാ ഉണ്ണിക്കുട്ട, അവളുടെ അവിടെ ഇരിക്കുന്ന അയ്യപ്പ വിഗ്രഹം എടുത്ത് കളയാതെ നിങ്ങളുടെ ജീവിതമൊന്നും പച്ച പിടിക്കുന്നു തോന്നുന്നില്ല എന്ന് പ്രതാപൻ പറയുന്നുണ്ട്. പിന്നീട് മേഘം പറയുന്നുണ്ട്, ഞാനിതെങ്ങനെയാണ് അമ്മേനോട് പറഞ്ഞറിയിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട്, നീ എന്താണെങ്കിലും അമ്മയോട് പറയാതെ പറ്റില്ലല്ലോ എന്ന് പറയുന്നു. അങ്ങനെ സീമന്തിനെ വിളിച്ച് അച്ഛനാണ് വീണതെന്ന് പറയുന്നുണ്ട്. മഹാലക്ഷ്മി അല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ സീമന്തിനെ ആകെ പൊട്ടിക്കരയുന്നുണ്ട്. എന്തു പറ്റിയടാ, അച്ഛനെ എനിക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിന് കരയുന്നുണ്ട്. അപ്പോഴേക്കും മേഘനാഥൻ പറയുന്നുണ്ട്, അമ്മ സമാധാനമായിട്ടിരിക്കും, ഞാൻ അമ്മയെ വന്ന് വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് അമ്പലത്തിലോട്ട് പോയ മഞ്ജുവിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് സാഗറിനെയും മഞ്ജു കാണുന്നുണ്ട്. അങ്ങനെ മഞ്ജുവും സാഗറും കൂടെ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ സന്തോഷ നിമിഷങ്ങൾ പങ്കിടുകയാണ്. അങ്ങനെ സാഗർ മഞ്ജുവിനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബൈക്കിൽ പോവുകയാണ്. അതേസമയം മേഘനാഥൻ സീമന്തിനെ വിളിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലോട്ട് വരുന്ന വഴിക്ക് മഞ്ജുവിനെ പോലുള്ള ഒരു പെൺകുട്ടി ആരുടെ പിറകെ ഇരുന്ന് പോകുന്നതായിട്ട് മേഘനാഥൻ കാണുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ ആ പെൺകുട്ടിയെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. അത് മഞ്ജു ആണെന്ന് തന്നെയാണ് മേഘനാഥൻ്റെ സംശയം. അങ്ങനെ മഞ്ജുവിൻ്റെ ഇവൾ ആരുടെ പിറകെ ആയിരിക്കും ഈ പോകുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് മേഘനാഥൻ അവരുടെ പിറകെ തന്നെ പോകുന്നുണ്ട്. ഇവൾ അമ്പലത്തിലോട്ടാണെന്നും പറഞ്ഞ് പോകുന്നത് ആരുടെയോ കൂടെ കറങ്ങാനാണെന്നുള്ള കാര്യം മേഘനാഥന് മനസ്സിലാവുന്നുണ്ട്. വെറുതെ അല്ല അമ്മ എപ്പോഴും എന്നോട് ഇവളെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ശ്രദ്ധിക്കാനെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ മേഘനാഥന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഇവരെ ഫോളോ ചെയ്ത് പോകുന്ന മേഘനാഥനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.